Hey, hello, welcome back to my YouTube channel Layman Gaming. സോ നമ്മളിന്ന് നമ്മുടെ ഹോമിൽ തന്നെ ആയിരിക്കും. ഇന്ന് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും ഇന്ന് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളത്. അത്ര ബോറിംഗ് ഒന്നുമല്ല, എന്നാലും നമ്മളിവിടെ കുറച്ച് വൃത്തിയാക്കൽ സംഭവങ്ങൾ. ഇന്നിപ്പോൾ നമ്മളിനിപ്പോൾ പുറത്തോട്ട് പോകുന്നില്ല. ഓൾറെഡി ഒരു ഗെയിം കളിച്ച് തോറ്റു. അതുകൊണ്ട് നമ്മളിവിടെ ഇതിനകത്ത് തന്നെ നിന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വീടൊക്കെ ഒന്ന് ബിൽഡ് ചെയ്ത് ബാക്കി നമ്മൾ റിസോഴ്സൊക്കെ കൊണ്ട് ഇവിടേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് നിലവിൽ. ഓക്കെ, പിന്നെ ഈ പെട്ടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. പിന്നെ അതാത് സാധനങ്ങൾ അതാത് പെട്ടിക്കകത്ത് വെക്കണം. കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. സോ വെൽക്കം ബാക്ക് ഓൾ ഓഫ് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ പപ്പീസ് കൊടുക്കാൻ ആൽഫ ബീറ്റ ഗാമ കുഞ്ഞ് കൊടുക്കാനുള്ള ഫുഡൊന്നുമില്ല നിലവിൽ. അപ്പോൾ നമുക്ക് ഫുഡിന് വേണ്ടി ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് ഉണ്ടാക്കണം. കുറേ റൈഡ് പോകണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓരോന്ന് സെറ്റ് ചെയ്യാൻ. ഓക്കെ, നിലവിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒഴിവാക്കുക. കഴിഞ്ഞിട്ട് ഓരോരോ ബോക്സ് വെച്ച് നമുക്ക് ഓരോ ഐറ്റംസ് നമുക്ക് വയ്ക്കാം. മെഡിക്കൽ ഐറ്റംസ്, പിന്നെ നമ്മുടെ വുഡ് ലോഗ്, അങ്ങനെ ആ ഒരു റിസോഴ്സസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് സ്ഥലത്ത് വയ്ക്കാം. നമുക്ക് തൽക്കാലം നമ്മുടെ കയ്യിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് നോക്കട്ടെ. ഇന്നിപ്പോൾ എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തെങ്കിലും ബോണസോ സംഭവങ്ങളോ ഉണ്ടോ നോക്കട്ടെ, കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ടേക്ക് ഓൾ ബോക്സ്, ഇത് ഗണ്ണ്, ഓക്കെ. നമ്മുടെ ഡെയിലി ലോഗിൻ റിവാർഡ്സ് പോലെയാണെന്ന് തോന്നുന്നു. ടേക്ക് ക്ലോസ് ഓക്കെ, മനസ്സിലായി. നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഈ വുഡാണെന്ന് തോന്നുന്നു. ഇത് കിട്ടുമെന്ന് നോക്കി നോക്കാം. ഉണ്ട്, ഓക്കെ, ഗുഡ്. പിന്നെയുള്ളത് ഗോൾഡ് റഷ് 25-ന് റീഫ്രഷ് വേണ്ട. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഫെൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകാം, അടിച്ചുകൊണ്ട് പോകും ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഫിഷിംഗ് റോഡുണ്ട്, ഓക്കെ, ഐറ്റംസ് ഉണ്ട്. ആ ഫെൻസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ നിലവിലുള്ള റിസോഴ്സ് എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നോക്കാം. ആദ്യം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. നമുക്കാദ്യം നമ്മുടെ വീടൊന്ന് സെറ്റ് ചെയ്യാം. പട്ടിക്കൂട് നമുക്ക് പുറത്ത് വെച്ചാൽ മതിയോ അതോ എല്ലാം അകത്താക്കണോ? നോക്കാം. ഈ സാധനം ഇത് മാറ്റണം. അപ്പോൾ ഈ പറയുന്ന ഫെൻസ് പൊളിച്ചു കളയണം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യുന്ന സെറ്റപ്പ് ആക്കണം. എന്നിട്ട് ഇതെടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യേണ്ടി വരും. മൂവ് ചെയ്യാൻ പറ്റുമോ? ഇത് മൂവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഈ വാളുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കിപ്പം നിലവിൽ വേണ്ടിയത് ഈ സാധനങ്ങളെ കുറച്ച് ദൂരോട്ട് മാറ്റി വയ്ക്കും. ഫർണിച്ചർ
ഫർണിച്ചർ അങ്ങോട്ടേക്ക് മാറ്റിവയ്ക്കാം. നമ്മാകത്തെ ആവില്ലേ? ഓക്കെ, ക്ലിക്ക് ചെയ്തു. അഡ്വാൻസ്ഡ് സ്റ്റോൺ കട്ടർ ടേബിൾ ആയിക്കോട്ടെ. സ്റ്റോൺ കട്ടർ ടേബിൾ ചെയ്യണമെങ്കിൽ എത്ര ഐറ്റം വേണ്ടേ? അത് നമ്മുടെ അടുത്ത് ഉണ്ടാവും തോന്നുന്നില്ല. ഇത് ഞാൻ ഫർണസിനകത്തുണ്ടോ നോക്കട്ടെ. സാധനം 3 ഉണ്ട്. ടേപ്പ് തൽക്കാലം എന്താന്ന് ഒഴിവാക്കുക. ഇപ്പോൾ പെട്ടിക്കകത്തുണ്ട്. ഇത് എക്യുപ്പ് ചെയ്യാം. ഇതും ചെയ്യാം. തിരിച്ചെടുക്കാം. തൽക്കാലം തിരിച്ചെടുക്കാം. ഇനി വേണ്ടിയത് ഈ സാധനം. ഇനിയും ബാക്കി വേണം. പെട്ടിലൊന്നും ഇല്ലേ അത്? ഓക്കെ, നമ്മുടെ കയ്യിൽ കുറച്ച് സാധനമുണ്ട്. അപ്പം അതിനെ സെറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ അതെങ്ങനെ സെറ്റ് ചെയ്യും? നമ്മുടെ കയ്യിൽ ഐറ്റംസ് ഇല്ലല്ലോ. കുഞ്ഞുമണി ക്ലോസ് ചെയ്തു. 3 ഉള്ളൂ നിലവിൽ. നമ്മളെന്തായാലും റൈഡ് കൊണ്ട് വരുമല്ലോ. നമുക്ക് എന്തായാലും ഒരു റൈഡ് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ആ ബെഞ്ചും കൂടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ സംഭവങ്ങൾ അറേഞ്ച് ചെയ്യാം. ഫിഷിങ്ങിൻ്റെ അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആകെ കുറച്ച് ഫിഷ് മാത്രം കിട്ടും. ബെസ്റ്റിന് റോഡും ഇല്ല. ഫിഷിങ്ങിൻ്റെ ട്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. വെറുതെ വന്നതുപോലെ ഉണ്ടല്ലോ. വാടകയ്ക്ക് പോലും കിട്ടില്ലല്ലോ ഒരു ചൂണ്ട. തട്ടിയാലാ വേണ്ട, പറ്റുന്നില്ല. ഒരാവശ്യമില്ലായിരുന്നു കുറേ എനർജിയും കളഞ്ഞ് ഇവിടെ വന്നത്. ഇതിനിപ്പുറം പോകാൻ പറ്റില്ല എന്തായാലും. ഓക്കെ, അടുത്തടുത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വരും. ഇവിടെ പോകാൻ പറ്റുമോ? ഇവിടെ പറ്റില്ല. ഇവിടെ പോകാൻ പറ്റുമോ? പറ്റില്ല.
ഇവിടെ പോകാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ പോയി നമ്മളെ പിന്നെ അപമാനിച്ചു വിടുന്ന സ്ഥലമല്ലേ, ഇവിടെ പോയിട്ട് കാര്യമില്ല. ഇവിടെയും പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ആകപ്പാട് ഈ പൈൻ ഫോറസ്റ്റും സ്ഥലങ്ങളൊക്കെ ഉള്ളോ? പോസിബിൾ ലൂട്ട് അവിടെ ഐറ്റംസ് അത്രയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കാം. ഈ സ്ഥലങ്ങൾ ഏതെങ്കിലും നോക്കാം. റൺ. നമ്മൾ ഓൾറെഡി ഇവിടെ പോയി ഡെഡായിട്ട് വന്നതാണ്. ഫാസ്റ്റായിട്ട് വരുന്ന ഒരുപാട് സോംബീസ് ഉള്ള സ്ഥലമാണ്. എന്നാലും നമുക്കൊന്നുകൂടി പോയിട്ട് അവിടെ എന്താ അവസ്ഥയെന്ന് നോക്കി നോക്കാം. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ എന്തായാലും ഇന്ന് വീട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ ഗൈസ്, തിരിച്ച് വന്നാൽ ഇത് നമ്മൾ വരുന്ന നേരത്തെ അറിയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് തോന്നുന്നു. കാരണം വരുന്ന സമയത്ത് തന്നെ ഇത് ഒന്ന് അറ്റാക്ക് ചെയ്യും. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇത് അറ്റാക്ക് ചെയ്യും. ഇവിടെ ഒരുപാട് ബെറീസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂസ് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ബെറി കൂടുതൽ. ഇവിടെ ഒരുപാട് റിസോഴ്സ് ഉണ്ട് മൈൻ ചെയ്യാനായിട്ട്. പക്ഷെ നമ്മൾ വരുന്നത് എങ്ങനെ അറിയുന്നു? ഫുള്ള് സോംബീസ്. ഈ പെട്ടി തുറന്നിട്ട് ഇവിടുന്ന് ഓടുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലത്. എന്തോ എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനവും എടുക്കുക, ഇവിടുന്ന് പോവുക. വെപ്പണും ഇല്ല, തേങ്ങയില്ല. ആ പെട്ടി തന്നെ തിരിച്ചു വെച്ചാണോ എടുക്കാനുള്ളതൊക്കെ? ഇതിനെ കൂടെ കൊല്ലട്ടെ. ഇതിനെ കൂടെ കൊന്നിട്ട് ആ ഒരു മീറ്റും കഴിക്കാം. നല്ല ടാസ്ക്. ഇവിടെ പ്ലാൻ ചെയ്ത് വരേണ്ട ആവശ്യമുണ്ട്. നല്ല വെപ്പണൊക്കെ ആയിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഹ്യൂമനിറ്റേറിയൻ ബോക്സ് ഓട്. ഇവിടെ മനുഷ്യൻ 3 മരക്കമ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സ്പിയർ ഉണ്ടാക്കാൻ പറ്റും. അത് കൊള്ളാം. ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരെണ്ണം കൂടി വേണ്ടി വരും. അപ്പോൾ ഒരാളെ കൊല്ലേണ്ടി വരും, ഒരു സോംബി. അതിനുവേണ്ടി നമ്മൾ ഫുഡുണ്ടോ കഴിക്കാൻ? ഫുഡൊന്നുമില്ല. പെട്ടു. നമ്മൾ ഇനി എനർജി ബാക്കിയുണ്ട്. നമ്മൾ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നത് തന്നെയായിരിക്കും. 22 ഓക്കെ. ഇന്ന് എന്തായാലും നന്നായിട്ട് ലൂട്ട് ചെയ്യണം. അവിടെ നിന്ന് കുറച്ച് ബാൻഡേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാ എണ്ണത്തിനും തട്ടിയിട്ട് അവിടെ നിന്ന് ലൂട്ട് ചെയ്ത് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യണം മിഷൻ. ഇവിടെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ.
വെപ്പൺ 1, അച്ചറ്റ് 2, പിക്കാക്സ് 3. ഇതിന് ഡാമേജ് കൂടുതലല്ലേ? ഇതൊരു വെപ്പണാണ്. വെപ്പൺ യൂസ് ഫോർ ഹണ്ടിങ് ആൻഡ് സെൽഫ് ഡിഫൻസ് 10.2 1 14 14. ഇതിരിക്കട്ടെ. ബാൻഡേജ് കൊണ്ടുപോകണം. ബാൻഡേജ് ഇതിനകത്തുണ്ട്. ഇവിടുന്ന് എടുക്കാം. ഓക്കെ, ഇനി വേണ്ടിയത് ബാക്ക് പാക്ക് ഉണ്ട് ഓൾറെഡി. പോവാം. എക്യുപ്പ് തൽക്കാലം അതെടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യണം. ലൈഫ് ഫുൾ ബാൻഡേജ് ആക്കാനുണ്ട്. ഓക്കെ അത് ഫുൾ മെഡിക്കിറ്റ് ഒരെണ്ണം ഉണ്ടല്ലോ. അത് പറഞ്ഞ് ഇവിടെ നടുക്കി പിറക്കി വെക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്യാം. തിരിച്ചു കൊടുക്കാം. ഒരെണ്ണം മതി. ഓ, ബാക്കിയുള്ള സോംബീസ് എന്നെ കാണാനുള്ള എന്നെ അറിയാനുള്ള, സ്മെല്ല് ചെയ്യാനുണ്ടായ കാരണം വെച്ചാൽ ആ പച്ച സാധനം ഉണ്ടല്ലോ ആദ്യം വന്നിട്ട്, അതെൻ്റെ മേത്ത് ഇങ്ങനെ തുപ്പിയതുകൊണ്ടാണ് ഉണ്ടാവാനുള്ള കാരണം. അതാണ് ഞാൻ അടുത്തൂടെ പോകുമ്പോൾ തന്നെ സോംബികൾ ഇങ്ങോട്ട് വരുന്നത്. അതല്ലേ, കൊള്ളാലോ. ടേക്ക് ഓൺ. ഒരുമിച്ച് വരരുത്, എന്നാൽ റെഡാവും. %% ഹെൽത്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെന്ന് ആദ്യം അറ്റാക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഹെൽത്ത് ഫുള്ളാക്കുക, സാധനം എടുക്കുക,
സാധനം എടുക്കാം. കൂട്ടം കൂടി നിൽക്കുമ്പോഴാണ് പ്രശ്നം ഇതിനെ അറ്റാക്ക് ചെയ്യാനേ. ഒരു മുതുക്ക് സാധനം അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ. അത് വരുന്നത് ഒട്ടും ഡാമേജ് കൊടുക്കാൻ പറ്റുന്നില്ല. ചാവ്. സാധനം എടുക്കുക, പോവാ. ടേക്കോൾ നിലവരോട് ഓടി രക്ഷപ്പെടാൻ വേണ്ട, കുഴപ്പമില്ല, ലൈഫ് ഉണ്ടല്ലോ. ഒരു ഫൈറ്റ് കൂടെ എടുത്തിട്ട് വേണമെങ്കിൽ പോകാന്നുള്ളേ ഉള്ളൂ. ഇൻവെൻട്രി ഫുള്ള്. ഇൻവെൻട്രിയിൽ എന്താ ഉള്ളത്? ബാൻഡേഡ് ഉണ്ടാക്കാം. ജസ്റ്റ് മാപ്പിന് പുറത്ത് പോയിട്ട് ബാൻഡേഡ് ഉണ്ടാക്കിയിട്ട് വരാം. ബാൻഡേഡ് ഉണ്ടാക്കാൻ എന്താ ചെയ്യാം? ക്രാഫ്റ്റ്. ഇൻവെൻട്രി ഫുള്ള്. അപ്പോൾ ഇൻവെൻട്രി എന്താ കളയാം? വെള്ളം കുടിക്കുക, കുപ്പി കളയുക, ഡിലീറ്റ്, ക്ലോസ്. ബാൻഡേജ് എന്തുകൊണ്ട് ഉള്ളോ? ആയിക്കോട്ടെ, എൻ്റർ ചെയ്യാം. ഇൻഹെയിലർ ന്യൂട്രലൈസസ് സ്പോർ ഇൻഫെക്ഷൻ ആൻഡ് റീസ്റ്റോർ ഹെൽത്ത്. ആയിക്കോട്ടെ. ബാൻഡേജ് വയ്ക്കുന്ന സ്ഥലം ആയിക്കോട്ടെ. കുറേ റിസോഴ്സസ് ഉണ്ട്. കൺസ്യൂം ചെയ്യാം. വിശക്കണ്ട. ഏത്
കോൾ കാർഡ് പോയിട്ടുണ്ടല്ലോ. എന്ത് ഉപേക്ഷിക്കും? ഇതൊക്കെ ചെയ്യാം. ഇതിനെ റിമൂവ് ചെയ്യാം. ഡിലീറ്റ് ആർമി കാർഡ്. I see. ലൈഫ് തീർത്തോളൂ. ടാർക്കി ഇത്തിരി നല്ല റിസോഴ്സ് ഉണ്ട് നിലവിൽ. ഇത് കളയണം. ഇത് യൂസ് ചെയ്യാം. ഇൻവെന്ററി ഫുള്ള്. ഇത് കളയാം. ഭയങ്കര പാടത്തെടുത്തോണ്ട് ഓടുന്നത്. അവൻ്റെ ഒരു നല്ല ആയുധം ഇരിപ്പുണ്ട്. എന്നാ പണി കിട്ടും. വണ്ടിക്കോ? വെറുതെ പോകാൻ നിൽക്കണ്ട. 2 ബാൻഡേജ് ഉണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കാം. എന്ത് പറയുന്നു? റിസ്ക് എടുത്താലോ? ഒരു ബാൻഡേജേ ഉള്ളൂ. റിസ്ക് എടുക്കാം. നോക്കി നോക്കാം. ആരുടെ ലൈഫ് കൂടുതൽ കുറയും നോക്കുക. എൻ്റെ ലൈഫ് കൂടുതൽ കുറയുന്ന. രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു. 1% ലൈഫോ? തിരിച്ചു എന്നോട് എൻ്റർ ആയി കഴിഞ്ഞാൽ അപ്പം അടി കിട്ടും. ലൈഫ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ക്ലിക്ക്. ഒരു ലൈഫ് എനിക്ക് 1% ലൈഫിലാണ് രക്ഷപ്പെട്ട അവിടുന്ന്. നല്ല ഡിസിഷൻസ് ഒക്കെ എടുത്തിട്ട് വേണം അവിടുന്ന് വരാനില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും പെട്ടെന്ന്. ഓക്കെ, മെഡിക്കൽ കിറ്റായി. എല്ലാം ഡെപ്പോസിറ്റ് ചെയ്തു. ഡെപ്പോസിറ്റ് കൊടുത്തു. ഇതൊക്കെ കൊടുത്തു. നമുക്ക് കുറേ നേരം കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സിമ്പിൾ നോക്കാം. എന്താ ചെയ്യുക? അഡ്വാൻസ്ഡ്. ഓക്കെ, ഇവിടെ പ്ലേസ് ചെയ്യാം.
മതി, ഒരെണ്ണം മതി. 2 വേണോ? പ്ലേസ് ചെയ്യാം. 3 പറ്റുമോ? ഇല്ല. ഇനിയുള്ളത് ഇതിനകത്ത് ഇനി എന്താ ഇട്ട് കൊടുക്കാൻ നോക്കട്ടെ. കല്ലിട്ടാൽ സ്റ്റോണായി വരും, ഇതിട്ടാൽ ക്വാർട്സായി വരും. അപ്പോൾ കല്ലിടണം. കല്ലിട്ട സ്റ്റോണായിട്ട് വന്നിട്ട് വേണം ഈ ബിൽഡിങ്ങിൻ്റെ ബ്രിക്കൊന്ന് സെറ്റ് ചെയ്യാൻ. ഒരുപാട് കല്ലുണ്ട് ഭാഗ്യത്തിന്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ടേക്ക് പ്ലേസ് കൊടുക്കാം. പറ്റില്ല, 20 പറ്റുള്ളൂ. ആയിക്കോട്ടെ, 20 20. സ്റ്റോൺ കട്ടർ, അതാണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ള സാധനം. ബാക്കി സ്റ്റോൺ നമുക്ക് ഇവിടത്തേക്ക് ഇടാം. എത്ര സമയം കൊണ്ടാവും? 3 മിനിറ്റ്സ്. ആയിക്കോട്ടെ. സോ അപ്പോൾ ഇന്നത്തെ പരിപാടി നടന്നിട്ടില്ല, എന്നും ക്ലീൻ ചെയ്യാനുള്ളത്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ ഗൈസ്, സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.